രണ്ടുപേരെ കള്ളക്കേസിൽ കുടുക്കി അവിടുത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ ഇട്ടിരിക്കുകയാണ്. എല്ലാ മേഖലയിലും സമരങ്ങളും പ്രതിഷേധങ്ങളും അതൊക്കെ നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഇടവക തലത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പള്ളി മൈൻകെട്ടിട്ട് യോഗം നടന്നു. ഇന്നലെ അതിരൂപത തലത്തിൽ ഇത്തരത്തിൽ യോഗം നടന്നു. ഇന്നിപ്പോൾ നമ്മൾ ഈ തട്ടാമ്പടി കേന്ദ്രീകരിച്ച് നമ്മുടെ ഈ ഇവിടെ തട്ടാമ്പടിയിൽ മുഴുവൻ ആളുകൾ പങ്കെടുത്തുകൊണ്ട് ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ നമ്മൾ തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത്. ഇതിലേക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ ക്ഷണിക്കുന്നു. 1947 ഓഗസ്റ്റ് 14 തീയതി അർദ്ധരാത്രി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതാണ്. കഴിഞ്ഞ 7 പതിറ്റാണ്ടുകൾ നാം ആ സ്വാതന്ത്ര്യം ആവോളം നാം ആസ്വദിച്ചവരാണ്. നമുക്ക് എന്ത് ഭക്ഷിക്കണം, എന്ത് ധരിക്കണം, എങ്ങോട്ട് യാത്ര ചെയ്യണം, ഏത് സംസ്ഥാനത്ത് പോയി ജോലിയെടുക്കണം, ഇതിനൊക്കെ ഉള്ള അധികാരം നമുക്കുണ്ടായിരുന്നു, സ്വാതന്ത്ര്യം നമുക്കുണ്ടായിരുന്നു. എന്നാൽ നമുക്കറിയാം, കഴിഞ്ഞ 7 പതിറ്റാണ്ടിന് ശേഷം കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിന് കൂടുതലായി നാം അസ്വാതന്ത്ര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ കൈകൾ ബന്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നമ്മുടെ വായുകൾ മൂടിക്കെട്ടിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ സ്വാതന്ത്ര്യം ഖനിക്കപ്പെടുന്നു. ഈ പാവപ്പെട്ട കന്യാസ്ത്രീമാർ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വപ്നങ്ങളും അവരുടെ പ്രതീക്ഷകളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് പാവപ്പെട്ടവർക്ക് വേണ്ടി, ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് വേണ്ടി, വിദ്യാഭ്യാസമില്ലാത്തവർക്ക് വേണ്ടി, അവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവരാണ്. ബ്രഹ്മചര്യവും ദാരിദ്ര്യവും തിരഞ്ഞെടുത്തവരാണ്. അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഈ ലോകത്തിന് മുഴുവൻ ബോധ്യമായതാണ്. എങ്കിലും നമ്മെ, ക്രൈസ്തവരായ നമ്മളെ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്താൻ വേണ്ടിയുള്ള ഭൂരിപക്ഷത്തിൻ്റെ കടന്നാക്രമണമായിട്ട് മാത്രമേ നമുക്കിതിനെ കാണാൻ കഴിയൂ. അതുകൊണ്ട് ഈ അസ്വാതന്ത്ര്യത്തിന് നേരെ നാം അതിനെതിരെ നാം ശബ്ദിച്ചില്ലെങ്കിൽ ഇനി നമുക്ക് ശബ്ദിക്കാൻ നമ്മുടെ നാവുകൾ ചിലപ്പോൾ ഉണ്ടായിരുന്നു വരില്ല. അത്രയ്ക്കും അവർ ബിരുദം മാറ്റപ്പെടും. അതുകൊണ്ട് നാം നടക്കുന്നത് അടിമത്തത്തിലേക്കാണ് എന്ന ബോധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ഭക്ഷിക്കണം, എന്ത് ജോലി നാം ചെയ്യണം, ഏത് വസ്ത്രം നാം ധരിക്കണം, ഇതിനുള്ള സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ എങ്ങോട്ട് യാത്ര ചെയ്യണം, ഇതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ആ സ്വാതന്ത്ര്യം ഗണിക്കപ്പെടുന്ന സ്ഥലങ്ങൾ ഏതായിരുന്നാലും അതിനെ എതിർത്ത് തോൽപ്പിക്കുകയും അതിന് വിലങ്ങ് ഇടുന്നവരെ നാം തിരിച്ചറിയുകയും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സിസ്റ്റേഴ്സിനുള്ള ഈ സിസ്റ്റേഴ്സിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവരോടൊപ്പം ഈ കേരളത്തിലെ എല്ലാ ന്യൂനപക്ഷ ജനതയും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. നാം ഇവിടെ ആയിരിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് കൃത്യമായിട്ട് തങ്കച്ചൻ സൂചിപ്പിക്കുകയുണ്ടായി. നമുക്കറിയാം, 2 സന്യസ്തർ, കേരളത്തിൻ്റെ മക്കൾ ഇന്ന് ഛത്തീസ്ഗഡിലെ കൽത്തുറുങ്കുകളിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. കിരാത നിയമങ്ങൾ, ജാമ്യം പോലും കിട്ടാത്ത രീതിയിൽ അവരെ കൽത്തുറുങ്കിൽ അടച്ചിരിക്കുകയാണ്. ഈ ചാതുർവർണ്ണത്തിൻ്റെ രാഷ്ട്രീയം, നമ്മുടെ ബാബറി മസ്ജിദ് തകർത്തത് മുതൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടമാടിക്കൊണ്ടിരുന്നപ്പോൾ ക്രൈസ്തവരായ നാം സന്തോഷിക്കുകയും ചെയ്ത്. കാരണം അന്ന് ബുദ്ധിയുള്ളവർ പറയുകയുണ്ടായി, ഇത് നിങ്ങളെയും തേടി വരും, ഒരു കാലം നിങ്ങൾക്ക് നേരെ ഇവരുടെ വാളുകൾ ഉയരുമെന്ന് പറഞ്ഞപ്പോഴും നാം ചെവികൊള്ളാതെ നമ്മുടെ അരമനകളിലും നമ്മുടെ സഭകളിലും സദസ്സുകളിലും കേക്കും പാരിതോഷികങ്ങളും ഏറ്റുവാങ്ങി റബ്ബറിന് വില തന്നാൽ നിങ്ങൾക്ക് സീറ്റ് തരാമെന്ന് വാഗ്ദാനം നൽകിക്കൊണ്ട് കേരളത്തിൻ്റെ മണ്ണിൽ അവരെ ഉറച്ചു നിർത്തുവാൻ, ഈ ചാതുർവർണ്ണ രാഷ്ട്രീയത്തിന് പ്രാതിനിധ്യമേകുവാൻ നമ്മളെ ക്രൈസ്തവ സമൂഹത്തിന് ഒരു ചെറിയ ശതമാനമെങ്കിലും പങ്കുണ്ടായി എന്നുള്ളതാണ്. ഇന്ന് ഈ കാണുന്ന ഇന്ത്യ രാജ്യത്ത് കാണുന്ന ഈ ചാതുർവർണ്ണ രാഷ്ട്രീയത്തിൻ്റെ ഈ അധികാര ദുർവിനിയോഗത്തിൻ്റെയും കിരാത നിയമങ്ങളുടെയും ഭാഗമെല്ലാം ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ അപ്പക്കഷ്ണങ്ങൾ ഇട്ടുകൊടുത്തുകൊണ്ട് നമ്മളെ പ്രലോഭിപ്പിച്ചുകൊണ്ടും അവരുടെ കാര്യസാധിക്ക് വേണ്ടിയിട്ട്, അവരുടെ ലാപ്തിക്ക് വേണ്ടിയിട്ട് നമ്മെ ഉയർത്തുന്നുകൊണ്ട് നമ്മൾക്കതൊരു പ്രശ്നമല്ല എന്ന് തോന്നലുകളാണ് ഇങ്ങനെ എത്തിച്ചേർന്നത്. നാളെ ഈ കേരളത്തിലും ഈ തരത്തിലുള്ള വിഷയം ഉടലെടുക്കും എന്നതിന് ഒരു സംശയവും വേണ്ട. ഇതിനെ ചേർത്ത് നിൽക്കാൻ കഴിവില്ലാതെ വരുമ്പോൾ ഇവിടെ ഈ രാഷ്ട്രീയം, ഈ ബജറംഗൾ രാഷ്ട്രീയം നമുക്ക് നേരെ വരും. നമുക്ക് വഴി നടക്കാനോ അല്ലെങ്കിൽ സഭാവസ്ത്രം ധരിച്ചിട്ട് നടക്കുന്നവരെ പീഡിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ പിടിച്ച് ആക്രമിക്കപ്പെടുന്ന ഒരു സ്ഥിതിഗതിയിലേക്ക് വരും. നമ്മൾക്കറിയാം, ആ വീഡിയോ കണ്ടാൽ ജ്യോതിർമയി എന്ന് പറയുന്ന ലേഡി, അവർ കൈ പോകി ഇടിക്കാനാ പോകുന്നത്. അവർ പറയുന്ന എല്ലാ വ്യക്തികളും കൃത്യമായ യാത്രാ രേഖകളോടെയാണ് അവർ സഞ്ചരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ തൊട്ടടുത്ത് ഈ ഹോളി ഫാമിലി കോൺവെന്റിൽ അന്യ സംസ്ഥാനങ്ങളിൽ വന്ന് പലരും ജോലി ചെയ്തിട്ടുണ്ട്. അവരാരും മതം മാറ്റാൻ വേണ്ടി വന്നവരല്ല, ഇവരാരും ഇവിടുന്ന് മതം മാറി പോയിട്ടുമില്ല.
അവരുടെ നാട്ടിലെ ദാരിദ്ര്യമുള്ളത് കൊണ്ട് അവർ കുടുംബം പോറ്റുന്നതിന് വേണ്ടിയിട്ട് ജോലി ചെയ്യാൻ വേണ്ടി മാത്രമാണ് അവർ നമ്മുടെ ഈ നാട്ടിലെത്തിച്ചേർന്നത്. ഈ നാട്ടിലെത്തിച്ചേരുകയും അവർ ജോലി ചെയ്യുകയും തിരിച്ചു പോവുകയും ചെയ്തു. അവർ ഏത് സമുദായത്തിൽ നിന്നാണോ വന്നത് അതേ സമുദായത്തിൽ തന്നെയാണ് തിരിച്ചു പോയത്. അല്ലാതെ ഇവർ ഈ സന്യസ്തർ കൊണ്ടുവന്ന് ആരെയും മതം മാറ്റിയിട്ടില്ല. അതുപോലെ തന്നെ ഈ ഇന്ത്യ രാജ്യം മുഴുവനും ഈ മിഷണറിമാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം ആശുപത്രികളടക്കം പലതും കെട്ടിപ്പുറത്തിയത് ആരെയും മതം മാറ്റാനല്ല. കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ബ്രിട്ടാസ് പറഞ്ഞതുപോലെ ധനകാര്യമന്ത്രി പഠിച്ചത് ക്രിസ്ത്യൻ സ്കൂളിലാണ്. അവിടെ ഈ സീതാരാമയ്യരെ ആരും തന്നെ മതം മാറ്റിയിട്ടില്ല. അതിൽ പീയൂഷ് ഗോയൽ പഠിച്ചതും ക്രൈസ്തവ മാനേജ്മെന്റ് സ്കൂളിലാണ്. ഇവരെ ആരെയും മതം മാറ്റിയിട്ടില്ല. അതുപോലെ ഈ മിഷണറിമാർ കുഷ്ഠരോഗികളെയും വികലാംഗരെയും ബുദ്ധിമാന്ദ്യമുള്ളവരെയും തളർന്നു കിടക്കുന്നവരെയും ആരുമില്ലാത്തവരെയും താങ്ങിപ്പിടിച്ചുകൊണ്ട് തങ്ങളുടെ മാറിൽ ചേർത്ത് വെച്ചുകൊണ്ട് ഓരോ സ്ഥലങ്ങളിലേക്കും എത്തിച്ചേർന്നത് അവരെ മതം മാറ്റുന്നതിനല്ല, അവർ മനുഷ്യരാക്കുന്നതിനാണ്. ഓരോ മനുഷ്യനോടൊപ്പം സമൂഹത്തിൽ ഉറച്ചു നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ കാലം അത്രയും പാടുപെട്ടത്. ഇപ്പോഴും നമ്മുടെ മിഷണറിമാർ പാടുപെടുന്നത്. ഏറ്റവും കൂടുതൽ മിഷണറിമാരെ സംഭാവന നൽകിയിട്ടുള്ളത് കേരളത്തിൽ നിന്നാണ്. കേരളത്തിലെ ഈ മിഷണറിമാർ ഇന്ത്യ രാജ്യത്തെ മുഴുവനും രാഷ്ട്രീയക്കാരോ മണിക്കൂറുകളോ കാൽനടയായി പോയാണ് ഇവർ ഓരോ സ്ഥലത്തും സ്ഥാപനങ്ങൾ കെട്ടിപ്പടുത്തുകയും അവിടെയുള്ളവരെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നത്. ഈ ശുശ്രൂഷ ചെയ്യുന്നതാണ് അവർ ചെയ്ത തെറ്റ്. അല്ലാതെ അവരെ ഈ കൽത്തുറങ്ങളിൽ അടയ്ക്കാൻ മണിക്കൂറുകളും റെയിൽവേ സ്റ്റേഷനിൽ തടഞ്ഞു വെച്ച് ഓരോ രാഷ്ട്രീയക്കാരനും വന്ന് അവരെ ഹരാസ് ചെയ്തുകൊണ്ട് കരണത്തടിക്കുകയും മറ്റും ചെയ്തുകൊണ്ട് അത്ര ക്രൂരമായ രീതിയിൽ അവരോട് ഇടപെട്ട് ജാമ്യം നിഷേധിക്കുന്ന രീതിയിലാണ്. ഇനിയും നമ്മൾ പ്രതിഷേധിക്കാൻ വൈകിയാൽ നാളെ നമ്മുടെ മണ്ണിൽ ഇത് കടന്നു വരുമ്പോൾ കൈയും കെട്ടി നോക്കി നിൽക്കാനേ നമുക്ക് കഴിയൂ. എവിടെയെല്ലാം കൂട്ടായ്മയിൽ പ്രതിഷേധം നടത്താൻ കഴിയുമോ ആ രീതിയിലെല്ലാം നാം ഇത്തരത്തിലുള്ള ചെയ്തികൾക്കെതിരെ പ്രതിഷേധിക്കണമെന്നും ഇന്ന് കേരളത്തിലുടനീളം പല രീതിയിൽ പല കൊടിയുടെ രീതിയിൽ പല വേഷത്തിലെല്ലാം പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. ഈ പ്രതിഷേധത്തിൽ കഴിയുന്ന രീതിയിലെല്ലാം നാം അണിചേരണം. തട്ടാമ്പടിയിൽ നമുക്ക് ഇത്രയും പേർക്ക് ഇവിടെ കൂട്ടിച്ചേർന്ന് ഈ പ്രതിഷേധം രേഖപ്പെടുത്താൻ നടത്തി കഴിഞ്ഞ വലിയ സന്തോഷമുള്ള കാര്യമാണ്. നാളെ മറ്റൊരു യോഗമെങ്കിലും തട്ടാമ്പടിയിൽ ഇതിൽ കൂടുതൽ ആളുകൾ ചേർത്തുകൊണ്ട് നമുക്ക് നടത്താൻ കഴിയണം. അപ്പോഴാണ് നമ്മളുടെ പ്രതിഷേധം മറ്റുള്ളവർ നോക്കി കാണുകയുള്ളൂ. ക്രൈസ്തവർക്ക് നേരെ വരുന്ന ഈ പ്രതിഷേധങ്ങൾ ഈ അക്രമങ്ങൾ വളർന്നു വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. ആയതുകൊണ്ട് ഈ പ്രതിഷേധങ്ങളുടെ കൂട്ടായ്മയിൽ പങ്കുചേർന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്യുകയും ഇനിയും ഈ കന്യാസ്ത്രീകൾ ഒറ്റയ്ക്കല്ല, നാം എല്ലാം അവരോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. നന്ദി. കമാലിയിലൊരു പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചിട്ടുണ്ട്. വിവിധ ക്രൈസ്തവ മേലധ്യക്ഷന്മാരും മറ്റ് സാമുദായിക നേതാക്കന്മാരെല്ലാം അണിനിരന്നുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ജർമ്മൻ സാഹിത്യകാരനായിട്ടുള്ള നിയോ മുള്ളർ പറഞ്ഞതുപോലെ അവർ ആദ്യം കമ്മ്യൂണിസ്റ്റുകളെ തേടിയെത്തി. അപ്പോൾ ഞാൻ അത് പ്രതികരിച്ചില്ല, കാരണം ഞാൻ കമ്മ്യൂണിസ്റ്റായിരുന്നില്ല. പിന്നീട് അവർ തൊഴിലാളികളെ തേടിയെത്തി. അന്നും ഞാൻ പ്രതിഷേധിച്ചില്ല, കാരണം ഞാനൊരു തൊഴിലാളിയായിരുന്നില്ല. പിന്നീട് അവർ യൂതന്മാരെ തേടിയെത്തി. ഞാൻ പ്രതികരിച്ചില്ല, കാരണം ഞാൻ യൂതനായിരുന്നില്ല. അവസാനം അവർ എന്നെ തേടിയെത്തിയപ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ള ആ മുള്ളറുടെ ആ വാക്ക് നാം കരം കൊണ്ടുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഘപരിവാറിൻ്റെ അതിക്രൂരമായ വേട്ടയ്ക്കെതിരെ പ്രതിഷേധിക്കാനും കേരളത്തിൽ മാത്രമാണ് ദീപിക പത്രത്തിലടക്കം കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചതാണ്. കേരളത്തിൽ മാത്രമാണ് അരക്ഷിതാവസ്ഥയോടല്ലാതെ ഈ മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ജീവിക്കാൻ കഴിയുള്ളൂ എന്ന അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം മാറ്റിത്തീർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിന് ഒരു പരിധിവരെ ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നൊരു കേന്ദ്രമന്ത്രി ഇത്തരം പരിപാടി സന്യാസിനിമാർക്ക് നേരെ നടന്നിട്ടുള്ള ക്രൂരതയ്ക്ക് എതിരെ പ്രതികരിക്കാൻ പോലും തയ്യാറായിട്ടില്ല. കാരണം അദ്ദേഹം തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ മാതാവിന് കിരീടം ചാർത്തുന്നതിനും കേക്ക് വിതരണം നടത്തുന്നതിനുമെല്ലാം ഈ അരമനകളെല്ലാം കയറി ഇറങ്ങി നടന്നുകൊണ്ട് അവരുടെ വോട്ട് സമ്പാദിക്കാൻ വേണ്ടി നടത്തിയ പ്രവർത്തനം നമ്മളെല്ലാവരും കണ്ടതാണ്. പക്ഷേ അതിനെയെല്ലാം കണ്ടില്ല എന്നടിച്ചുകൊണ്ടാണ് ഇന്ന് കാര്യങ്ങൾ നീങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും ഇത്തരത്തിൽ വരുന്ന ഏത് വിഭാഗത്തിനുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ വരുന്ന ക്രിസ്ത്യാനികൾക്കോ മുസ്ലിങ്ങൾക്കെതിരെ മാത്രമല്ല, ആദിവാസി ദളിത് വിഭാഗങ്ങൾക്കെതിരെ പോലും ഇന്ന് സംഘപരിവാറിൻ്റെ ഇത്തരത്തിലുള്ള കടന്നുകയറ്റങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെയെല്ലാം നമുക്ക് കൂട്ടത്തോടുകൂടി പ്രതികരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ പേർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്.